ഇനി ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ട് ഞാനിവിടെ 500 ഗ്രാം അളവിൽ ബീഫാണ് എടുത്തിരിക്കുന്നത്. നന്നായിട്ട് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്നതാണ്. ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ അളവിൽ ഗരം മസാല നമ്മൾ വീട്ടിൽ പൊടിച്ചതാണ്. ഇതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ അളവിൽ മല്ലിപ്പൊടി, പിന്നെ ആവശ്യത്തിന് വേണ്ട ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് നമ്മൾ വെളുത്തുള്ളിയും പച്ചമുളകും കൂടി ചേർത്തൊന്ന് ചതച്ചത് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് നമ്മൾ ഇഞ്ചി നീളത്തിലരിഞ്ഞാണ് ഇത് കൂടി ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതൊരു കുക്കറിൽ വെച്ച് വേവിച്ചെടുക്കാം. ഇനി ഒരു പാൻ അടുപ്പിൽ വെച്ച് ചൂടാവുമ്പോൾ ഇതിലേക്ക് നമുക്ക് തേങ്ങാക്കുത്ത് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് 2 മീഡിയം സൈസ് സവാള ഞാൻ എടുത്തിട്ടുണ്ട്. അത് നീളത്തിലരിഞ്ഞതാണ്. അത് കൂടി ചേർത്ത് വഴറ്റിയെടുക്കാം. സവാള ഈ ഒരു പരുവത്തിലാവുമ്പോൾ നമുക്ക് വേവിച്ച് വെച്ച നമ്മുടെ ബീഫ് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് നല്ലതുപോലെ ഇളക്കി യോജിപ്പിക്കാം. ഇനി നമുക്ക് അടച്ചു വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. തുറന്നു വെച്ച് തന്നെ ലോ ഫ്ലെയിമിൽ നമുക്കിതിൻ്റെ വെള്ളമെല്ലാം വറ്റിച്ചെടുക്കണം. ഏകദേശം ഒരു 15 മിനിറ്റോളം നമ്മൾ ലോ ഫ്ലെയിമിലിട്ട് ഇതുപോലെ ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. ഇപ്പോൾ ഒരു 10 മിനിറ്റോളം ആയിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് കുറച്ച് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് നല്ലതുപോലെ ഇളക്കി കൊടുക്കാം. ഇപ്പോൾ ഫ്രൈ ചെയ്യാൻ തുടങ്ങിയിട്ട് 15 മിനിറ്റോളം ആയിട്ടുണ്ട്. നമ്മുടെ ബീഫ് ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട്.